ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് ആദ്യം ഉള്ളി ഇടുക, പിന്നെ തക്കാളി ഇട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. തക്കാളി ഇട്ട് പിന്നെ ബ്രോക്കോളീൻ്റെ തണ്ടിട്ട് അത് 2 മിനിറ്റ് വഴറ്റി, പിന്നെ ബ്രോക്കോളി ഇട്ട്, പിന്നെ റെഡ് ക്യാപ്സിക്കം ഉണ്ട് അതിട്ട്, പിന്നെ മുളകിട്ട്, അങ്ങനെ വഴിക്കനെ ഓരോന്നോരോന്നിട്ട് വഴറ്റി വന്നു കഴിഞ്ഞാൽ ബ്രോക്കോളി ഇട്ട് വഴറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ ഇടണം. ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറും സാധാരണ ചില്ലി പൗഡറും ഇട്ട് വഴറ്റണം. പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചേർക്കണം. അതും ചേർത്ത് നല്ലോണം വഴറ്റിക്കൊണ്ട് നിൽക്കുമ്പം കുറച്ച് നമ്മൾ അതിൻ്റെ അകത്ത് പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം വേവിക്കാൻ വെക്കണം. അധികം വേവൊന്നും വേണ്ട, അധികം വേവ് ഇല്ല. ഉള്ളിയും തക്കാളിയും ഇതൊന്നും അധികം വെന്ത് പോകാൻ പാടില്ല. ഇതെല്ലാം കുറച്ച് സമയം വഴറ്റി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് സോയാ സോസ് ഒഴിക്കുക. ചില ആൾക്കാർ ടൊമാറ്റോ സോസ് ഒഴിക്കും, ഞാനത് ഒഴിച്ചിട്ടില്ല. ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചില്ല. പിന്നെ കുറച്ച് കട്ടി തേങ്ങാപ്പാൽ, അത് അധികമൊന്നുമില്ല, കുറച്ച് മാത്രം ഒഴിച്ച് എല്ലാം കൂടി വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കനേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് തട്ടിക്കൂട്ട് ചിക്കനാക്കിയത്. ചിക്കൻ ഫ്രൈ ചെയ്തതും ഈ കൂട്ടിൻ്റെ അകത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തട്ടിക്കൂട്ട് ചില്ലി ചിക്കൻ റെഡിയായി. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി. ഇത് ചപ്പാത്തിക്ക്, ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും ഇത് കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒന്ന് തട്ടിക്കൂട്ടിയിട്ടുണ്ടാക്കുന്നതിനെല്ലാം ടേസ്റ്റ് കൂടുതൽ തന്നെയായിരിക്കും. ഇതെല്ലാം കുറച്ച് മിക്സായി കഴിഞ്ഞാൽ കുറച്ച് മല്ലിച്ചപ്പ് ഇടണം. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ തട്ടിക്കൂട്ട് ചില്ലി ചിക്കൻ റെഡിയാവും. സൂപ്പർ ടേസ്റ്റാണ്. ചൂടോടുകൂടി ഉപയോഗിക്കണം. ചൂടോടുകൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അധികം വെന്ത് പോകാണ്ട് ശ്രദ്ധിക്കണം. ഓക്കെ. ഇന്ന് രാവിലെ തന്നെ പുറത്ത് പോയിനേനു. വരുമ്പോഴത്തേക്ക് 11 മണി 11:30 ആയിന്. ആദ്യം വിചാരിച്ചു ഉച്ചക്ക് അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, ഇവിടെ കുറച്ച് ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ട്, എല്ലാം കൂടിയിട്ട് ഒരു തട്ടിക്കൂട്ട് കറിയാക്കാമെന്ന് വിചാരിച്ച്. ചോറുണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഇതുണ്ടാക്കിയത്. ആദ്യം സായി കഫേ പോയിട്ട് വെജ് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇവിടുന്ന് തന്നെ പണിയെടുത്ത് എല്ലാം റെഡിയാക്കിയെടുത്തു.